സൂചകമാണ് എന്നതാണ് ശ്രീ രാജഗോപാൽ കമ്മത്തി അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. പാരിസ്ഥിതിക സാഹചര്യങ്ങൾ പരിഗണിക്കാതെയുള്ള കൺസ്ട്രക്ഷനുകൾ നടക്കുന്ന ഇടങ്ങൾ, ഒപ്പം തന്നെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഇടപെടലുകൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പ്രകൃതി അതിൻ്റെ സന്തുലനം നിലനിർത്തുന്നത് ആണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതൊരു സൂചകമാണ്. അത് ഉത്തരാഖണ്ഡിന് മാത്രമല്ല, അത് എല്ലാ നാടിനും, പരിസ്ഥിതിയെ കരുതാത്ത എല്ലാ നാടിനുമുള്ള സൂചകമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒന്നും അറിയാത്ത നിരപരാധികളായ മനുഷ്യരാണ് ഇപ്പോൾ അതിന് ഇരകളായിരിക്കുന്നത്. ഇപ്പോൾ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 50ഓളം പേരെ കാണാനില്ല എന്ന വിവരം അവിടെ നിന്ന് വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഈ ഭീതിതമായ ദുരന്തം അവിടെ സംഭവിക്കുന്നത്. മേഘവിസ്ഫോടനത്തിൽ മണ്ണൊലിച്ചിലും ഒപ്പം തന്നെ മിന്നൽ പ്രളയവും ഈ വലിയ ദുരന്തം സൃഷ്ടിച്ചത്. अरे भाग गया, ये मेरी माँ झूले, ये मेरी माँ झूलो, छोटे बाबू, मामा चले गया सेफ जगह, मामा चले गया सेफ है मंदिर जल्दी कर दिए चल केदारनाथ चल बना दीपू मामा के लिए फोन करना। मामा चले गया सेफ जगह, फोन कर मामा के लिए फोन कर। ഉത്തരാഖണ്ഡിൽ ശക്തമായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും പെട്ട് 4 പേർ മരിച്ചതായ വിവരം വരുന്നു. ആ ദുരന്തത്തിന്റെ ഭീതിതമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീടുകളും വാഹനങ്ങളും ഒക്കെ ഒലിപ്പിച്ച് കൊണ്ടുപോകുന്ന വളരെ ശക്തമായ പ്രളയം, അത് ഇതിനോടകം 4 പേരുടെ ജീവൻ കവർന്നിരിക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ രക്ഷാദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും തുടരുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലും വരുന്ന വിവരം. അഭിലാഷ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ? രക്ഷാദൗത്യം പോലും ദുർഘടമാകുന്ന തരത്തിലുള്ള കാലാവസ്ഥ ഇപ്പോഴും അവിടെ അനുഭവപ്പെടുന്നു എന്ന വിവരമാണ് വരുന്നത്. സൈന്യത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് കുറച്ച് ദുഷ്കരമാണ്. കാരണം ഈ പ്രദേശത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി RK സുധാൻഷു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രദേശത്ത് എല്ലാ റോഡുകളും തകർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഖീർഗംഗയ്ക്ക് മുറിച്ചു കിടക്കുന്ന പാലങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റോഡ് മാർഗം പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനത്തേക്ക് ആൾക്കാരെ എത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകാനോ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എയർലിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ സാധ്യമാകുന്നത്. പക്ഷേ ഇപ്പോഴും തുടരുന്ന മഴ, ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എയർലിഫ്റ്റിംഗും എത്രത്തോളം അവിടെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നിലവിലുള്ളത്. കാരണം പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തകർന്നിരിക്കുന്നു. മാത്രമല്ല ഈ ഹർഷിൽ മേഖലയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് സുഖി എന്ന് പറയുന്നത്. ആ പ്രദേശത്തും മേഘവിസ്ഫോടനം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ബദ്രിനാഥ് നാഷണൽ ഹൈവേയും അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രദേശത്തെ എല്ലാ കണക്ടിവിറ്റിയും, റോഡ് ഗതാഗതം മുഴുവൻ സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉത്തരാഖണ്ഡിൽ
ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ റെഡ് അലർട്ട്, അതായത് ഈ മേഖലയിൽ ഉത്തരകാശി മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവിടെ കനത്ത മഴ തുടരുകയാണ്. ഇനിയും അത് മഴ നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെ ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്യോതിമത് മലറി മോട്ടോർ റോഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു റോഡുണ്ട്. വളരെ അപകടം പിടിച്ച ഒരു പാതയാണ് അവിടെ. ആ പാത മുഴുവൻ തകർന്നിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മറ്റു ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹർഷിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആ പ്രദേശത്താണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നിരവധി ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ധരാലി എന്ന് പറയുന്നത്. ഈ ഹർഷിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ധരാലി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ അവിടെ വിനോദസഞ്ചാരികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ അപകടത്തിൽ ഈ ഗ്രാമത്തിലെ നാട്ടുകാരല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള തെരച്ചിലുകൾ വളരെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ ആർമിയുടെ 150 സൈനികരും ITBPയും NDRFും എല്ലാം പ്രദേശത്തുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന കാര്യത്തിൽ മന്ദഗതിയിലാണ് നടക്കുന്നത്. കാരണം റോഡ് ഗതാഗതം അവിടെ മുഴുവനായി നശിച്ചിരിക്കുന്നു. പാലങ്ങളടക്കം ഈ ഒലിച്ചു വന്ന മഴവെള്ളത്തിൽ, മിന്നൽ പ്രളയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അവിടെ വരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ വിഷയത്തിൽ പുഷ്കർ സിംഗ് ധാമിയോട് സംസാരിച്ചു. ഏറ്റവും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായാലും തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേർ മണ്ണിനടിയിലായിരിക്കുന്നു എന്നൊന്നും തന്നെ ഇതുവരെ നിശ്ചയിക്കാനായിട്ടില്ല. രക്ഷാ ദൗത്യത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കനത്ത മഴ അവിടെ തുടരുന്നുണ്ട്. സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ രക്ഷാ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആണ് അവിടെ നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം MG മനോജ് കൂടി ചേരുകയാണ്. ക്യുസാറ്റിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശ്രീ MG മനോജ്, ഭീതിതമായ ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നത്. അവിടെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പതിവുള്ളതാണ് എങ്കിൽ പോലും അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് ഉത്തരാഖണ്ഡ് ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, സാധ്യതകൾ എന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ ഭീതിതമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ മഴ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘവിസ്ഫോടനമാണ് ഇത്തരത്തിൽ ഈ ഗീർ ഗംഗ നദിയുടെ അത് അമിതമായി വെള്ളം ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഉത്തരാഖണ്ഡ് ഇത്രയധികം ഒരു വലിയ ഹോട്ട്സ്പോട്ട് ആവുന്നത് എന്നുള്ളതിന് 2-3 പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഇപ്പോൾ മൺസൂൺ മഴമേഘങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിനടുത്തായിട്ടാണ്. നമ്മുടെ